നാം ഇന്ന് പറയാൻ പോകുന്നത് കുടുംബജീവിതത്തിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാവാൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സ്നേഹവും നിലനിൽക്കണം. അതിന് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവർക്കിടെ നല്ല സംസാരങ്ങൾ ഉണ്ടാവുക എന്നതാണ്. ഹുസ്നുൽ കലാം, പരസ്പരം ദേഷ്യത്തോടുകൂടെ സംസാരിക്കാതെ സ്നേഹത്തോടുകൂടെയുള്ള സംസാരങ്ങളും ഇടപഴകലും ഉണ്ടാവുക എന്നതാണ്. ഭർത്താവ് എപ്പോഴും ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ട്, എപ്പോഴും ഗൗരവത്തോടുകൂടെ, എപ്പോഴും ദേഷ്യത്തോടുകൂടെ സംസാരിക്കാതെ സ്നേഹത്തോടുകൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഭാര്യയുമായിട്ട് സമീപിക്കുകയും സംസാരിക്കുകയും വേണം. ഭർത്താവിന് പലവിധ ടെൻഷനുകൾ ഉണ്ടാവും, ജോലിയുടെ ഭാരം, അതുപോലെ തന്നെ മറ്റു കുടുംബത്തിലെ ടെൻഷനുകൾ, മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഭാര്യയോടും മക്കളോടും നല്ല നിലയിൽ പെരുമാറണം. അവരോട് ദേഷ്യപ്പെടാനോ അവരോട് മോശമായ സംസാരങ്ങൾ സംസാരിക്കാനോ, എപ്പോഴും ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കാനോ പാടില്ല. അങ്ങനെ പലരും പരാതി പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്ന ആളാണെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നാൽ അവരോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓരോന്ന് എടുക്കാനും കൊണ്ടുവരാനും വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കാതെ സ്നേഹത്തോടുകൂടി ഇടപഴകാനും സംസാരിക്കാനും ശ്രമിക്കണം. അത് കുടുംബജീവിതത്തിൽ ഐക്യവും ഒത്തൊരുമയും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കുടുംബജീവിതത്തിൽ ബർക്കത്തും സ്നേഹവും ഒക്കെ ഉണ്ടാകാൻ ഇബാദത്തിന്റെ കാര്യത്തിൽ പരസ്പരം എന്ത് ചെയ്യാം? അതിൽ പരിശ്രമിക്കുക, പരസ്പരം സഹായിക്കുക. ഭാര്യ ഭർത്താവ് ഇബാദത്തിന് വേണ്ടി എന്ത് ചെയ്യുക? അവളെ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക. അവൾ ഖുർആൻ ഓതാൻ വേണ്ടി ആ സമയത്ത്, അവൾ ഖുർആൻ ഓതുന്ന സമയത്ത് മക്കളെ നോക്കുക. അവൾ നിസ്കരിക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ട സഹായങ്ങൾ, അടുക്കളയിലെ ജോലികളിലൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. കാരണം കുടുംബത്തിൽ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സ്ത്രീകൾക്ക് ചിലപ്പോൾ, ഭാര്യമാർക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യുക? ഭർത്താവ് അവരെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ, നിങ്ങളുടെ ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞു വന്ന് അവർക്കൊന്നും ചെറിയ ഹെൽപ്പുകൾ ചെയ്തു കൊടുത്താൽ എന്താൻ പറ്റും? അവർക്കും അവരുടെ ഇബാദത്തിൽ ശ്രദ്ധിക്കാനും അവർക്കും കൂടുതൽ ഇബാദത്ത് ചെയ്യാനും സമയം കിട്ടും. മക്കളെ നോക്കി കൊടുക്കുക, ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇബാദത്തിന്റെ കാര്യത്തിൽ പരസ്പരം സഹായിക്കുക. ഭാര്യ ഭർത്താവിനെ സുബഹിന്റെ സമയത്ത് വിളിച്ചുണർത്തുക, സുബഹിക്ക് വിളിച്ചുണർത്തി എന്ത് ചെയ്യാം? ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ ഭാര്യയും ചെയ്താൽ ആ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും, ഒത്തൊരുമ നൽകും, സ്നേഹം നിങ്ങളിലേക്ക് അള്ളാഹു ഇട്ട് നൽകും. അള്ളാഹു അതിൽ വലിയൊരു റഹ്മത്തും ബർക്കത്തും ആ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പ്രദാനം നൽകും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വൃത്തി ശുദ്ധിയും ഉണ്ടായിരിക്കുക എന്നതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഭാര്യ പരാതിയുമായി കടന്നു വരുന്നുണ്ട്. യാ അമീർ അൽ മുഅ്മിനീൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് ത്വലാഖ് വേണം. എൻ്റെ ഭർത്താവ് എന്നെ വളരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം നടക്കുന്നത്, എന്നെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന് സ്നേഹക്കുറവൊന്നുമില്ല, അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ സമീപിക്കുന്നത് വളരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് അവർ നടക്കുന്നത്. താടിയൊന്നും വെട്ടാതെ, മുടിയൊന്ന് വെട്ടി ഒതുക്കാതെ, കുളിക്കാതെ, നനക്കാതെ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാതെ വളരെ മോശമായ വൃത്തിഹീനമായ അവസ്ഥയിലാണ് ആ ഭർത്താവ് നടക്കുന്നത്. എനിക്ക് അവരിൽ നിന്ന് ത്വലാഖ് വേണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ സ്ത്രീ, ആ പെണ്ണ് വന്നുകൊണ്ട് പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് സഹാബികളെ വിട്ടുകൊണ്ട് എന്തായി? ആ വ്യക്തിയെ, ആ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വിളിച്ചു കൊണ്ടുവന്നപ്പോൾ വളരെ മോശമായി വൃത്തിഹീനമായി നടക്കുന്ന ഒരു വ്യക്തി, മോശമായ വസ്ത്രം ധരിച്ച് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ജട പിടിച്ച് ചളി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സഹാബികളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ആ വ്യക്തിയെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി, കുളിപ്പിച്ച് വൃത്തിയാക്കി, എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് തന്നെ ആള് ആരാണെന്ന് മാറിപ്പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വൃത്തിക്ക് കുടുംബജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ വായിൽ ആ സിഗരറ്റിന്റെ സ്മെല്ലുണ്ടാകും. അങ്ങനെയൊന്നും വരാൻ പാടില്ല, ഭാര്യയെ സമീപിക്കാൻ പാടില്ല. വളരെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കുളിച്ച് വൃത്തിയായി നല്ല രീതിയിൽ വേണം ഭാര്യയുടെ അടുത്തേക്ക് വരാൻ. കുടുംബത്തിൽ അങ്ങനെ നല്ല വൃത്തിയോടുകൂടെ
നടക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് ആ വസ്ത്രം ഇട്ടുകൊണ്ട് ആ മീനൊക്കെ കട്ട് ചെയ്ത് മീനൊക്കെ ക്ലീൻ ചെയ്ത ആ മീനിന്റെ സ്മെല്ലും മറ്റും ആ അടുക്കളയിലെ പാചകം ചെയ്ത മറ്റു ദുർഗന്ധങ്ങളൊക്കെ ശരീരത്തിലുണ്ടാകാം. ആ ദുർഗന്ധമുള്ള ആ വസ്ത്രം ഇട്ടുകൊണ്ട്, ആ പഴയ വസ്ത്രം ഇട്ടുകൊണ്ട് അതേ രീതിയിൽ ഭർത്താവിന്റെ അടുക്കലേക്ക് വരിക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭർത്താവിനത് നമ്മളോടൊരു വെറുപ്പുളവാക്കും. മനസ്സിലെന്താവും? ഭാര്യയുടെ ഒരു വെറുപ്പുണ്ടാക്കും. നല്ല വൃത്തിയോടുകൂടെ വേണം ഭർത്താവിന്റെ അടുക്കലേക്ക് വരാൻ. വൃത്തിക്ക്, ശുചിത്വത്തിന് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്റെ പ്രിയപ്പെട്ടവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭാര്യയോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ ശ്രമിക്കണം. ഒരു വസ്തു വാങ്ങിത്തരാമെന്ന് ഭാര്യയോട് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അത് വാങ്ങിച്ചു നൽകണം. അല്ലാതെ അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത വസ്തുക്കളാണെങ്കിൽ വാഗ്ദാനം നൽകരുത്, വാഗ്ദാനം ചെയ്യാൻ പോകരുത്. അങ്ങനെ വാഗ്ദാനം നൽകുമ്പോൾ എന്ത് ചെയ്യണം? അത് പാലിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ കുടുംബജീവിതത്തിൽ സ്നേഹം ഉണ്ടാകാനുള്ള ഒരു കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ അദ്ദേഹം എനിക്കൊന്നും വാങ്ങിത്തരില്ല, ഇനി പറഞ്ഞാലും വാങ്ങിത്തരില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭാര്യയുടെ മാതാപിതാക്കളെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് കുറ്റപ്പെടുത്തുക, അത് ചെയ്യാൻ പാടില്ല. പരസ്പരം മാതാപിതാക്കളെ കുറ്റം പറയുക, അത് ചെയ്യാൻ പാടില്ല. അത് കുടുംബജീവിതത്തിൽ അകൽച്ചയുണ്ടാവാനും അവിടുത്തെ ബർക്കത്ത് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും. അള്ളാഹു ആ കുടുംബജീവിതത്തിലുള്ള ബർക്കത്ത് എടുത്തു മാറ്റിക്കളയും. മാതാപിതാക്കളെ കുറ്റം പറഞ്ഞാൽ, നിങ്ങളെ പോറ്റി വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയാക്കിയത് നിങ്ങളുടെ മാതാപിതാക്കളാ. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഭാര്യയുണ്ടായത്, ഭർത്താവ് ഉണ്ടായത്. അപ്പോ നിങ്ങളെ വളർത്തി വലുതാക്കിയ, കഷ്ടപ്പെട്ട് നിങ്ങളെ നോക്കി വളർത്തിയ ആ മാതാപിതാക്കളെ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാതാപിതാക്കളെ കുറിച്ചിട്ട് മോശമായ വാക്കുകൾ പറയാനോ ഒന്നും പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മഹറിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ സൂക്ഷ്മത പുലർത്തണം. അവർക്ക് മഹർ നൽകി ആ മഹർ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ കൊണ്ടുപോയി വിൽക്കുക, അത് ദൂർത്തടിച്ച് കളയുക. സ്ത്രീകളുടെ സ്വർണവും അവരുടെ ആഭരണങ്ങളും നമ്മൾ ദൂർത്തടിച്ച് കളയാൻ പാടില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ എടുക്കാം, പക്ഷെ അത് അനാവശ്യമായിട്ട് വെറുതെ ദൂർത്തടിച്ച് കളയുന്ന ആ മഹറിലൊക്കെ നമ്മൾ സൂക്ഷ്മത പുലർത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹർ തന്നെ കൊണ്ടുപോയി വിറ്റ് അത് മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിച്ചാൽ ആ ഭാര്യയുടെ മനസ്സിൽ തന്നെ ഒരു മഹറിന് പോലും ഒരു വില കൽപ്പിക്കുന്നില്ല എന്നൊരു ധാരണ അവിടെ ഉരുവിടാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ അത് പരസ്പര സന്തോഷത്തോടു കൂടിയായിരിക്കണം. ഒരാൾക്ക് താല്പര്യമില്ലാതെ അത് നിർബന്ധിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിന് വേണ്ടി ശ്രമിക്കാൻ പാടില്ല. അവിടെ പരസ്പര സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭാര്യയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ വെച്ചുകൊണ്ട്, ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഭാര്യയെ പരിഹസിക്കുക, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കും, ആളുകൾ ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ ഇതിനൊരു രുചിയില്ല, ഇവളെ എന്നും ഇങ്ങനെ തന്നെയാണ്, ഒരു രുചിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ പരിഹസിക്കുക, സമൂഹ മധ്യത്തിൽ വെച്ചുകൊണ്ട് അപമാനിക്കുക. ഭാര്യമാർക്ക്, പെണ്ണുങ്ങളല്ലേ, അവരുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ്. അവർക്കെന്താവും? ചെറിയ പരിഹാസ്യം പോലും വലിയ വേദനയാകും അവരുടെ ഹൃദയത്തിന്. അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഓൾ എന്നും അങ്ങനെ തന്നെയാണ്, ഓളെ ഭക്ഷണ രുചിയില്ല, ഓള് അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യയെ അപമാനിക്കുക. അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക. ഇതൊന്നും ഭർത്താക്കന്മാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഭാര്യമാരിൽ നിന്നും ഭർത്താവിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ, ഭർത്താവിനെ സമൂഹ മധ്യത്തിൽ വെച്ച് കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ എന്റെ ഭർത്താവ് അങ്ങനെ തന്നെയാണ്, അയാള് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ഭർത്താവിനെ കൊച്ചാക്കി സംസാരിക്കുക, ഭർത്താവിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ പറയുക. അതൊരിക്കലും ഭാര്യമാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എന്താവും? നമുക്ക് കുടുംബജീവിതത്തിൽ ഒരു സ്നേഹവും ഒരു സന്തോഷവും ഐക്യവും ഉണ്ടായിത്തീരാൻ അതെന്താവും? കാരണമാകുമെന്നാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രധാനമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, എന്റെ ഭാര്യ സന്താനങ്ങളെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ് എന്ന അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. 5 വക്ത് നിസ്കാര ശേഷം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും ഐക്യവും ഉണ്ടാവാൻ അത് കാരണമാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ
സന്തോഷം നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.